സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. രാത്രി ഇട്ടേക്കാം. ഇവിടെ നിങ്ങൾ കാണുന്ന പാറ്റേൺസ് ആരൊക്കെ ഐഡന്റിഫൈ ചെയ്തു തരും എനിക്ക് വേണ്ടിയിട്ട്? ആരോടൊക്കെ ചോദിക്കട്ടെ? എല്ലാവരോടും ചോദി. ആരോട് ഞാൻ ചോദിക്കണം? അതാണ് എനിക്കിപ്പോ കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഹോംവർക്ക് ചെയ്ത് തരാൻ പറയണേ. ഇന്ന് രാത്രി ഇടാം. അല്ലെങ്കിൽ ചോദിച്ചോ. എന്തോ ജിഷ്ണു, എന്നോടാണോ ഈ പറയണേ? ആ, എന്നാ പറഞ്ഞേ? ഇന്ന് രാത്രി എന്ത്? അല്ലെങ്കിൽ ചോദിച്ചോ. ഏ ഇത് പാറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനല്ലേ ആ സ്റ്റാറ്റിസ്റ്റിക്. ആ അത് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി കൂടി ചെയ്താൽ മതിയെന്ന്. ഇത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് ഫോട്ടോ അയച്ചാൽ മതിയെന്ന്. ആ ആ മതി 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 മതി. അല്ലെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഓക്കെ. നമുക്ക് ഇവിടെ നമ്മളൊന്ന് കുറെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലല്ലോ. നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. ഡബിൾ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പഠിച്ചതല്ലേ ഉള്ളൂ, നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലല്ലോ. ഇല്ല. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ കാണുന്ന പാറ്റേൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം കേട്ടോ. ഞാൻ ചാർട്ട് ഇട്ടേക്കുന്ന ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സിലൊക്കെ ഇട്ട ഒരുപാട് പാറ്റേൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, ദെൻ നോക്കാം. നയന്റെ മേളിലുള്ള ഒരു പാർഷ്യൽ എൻഗൾഫ് ഇതാണോ? പാർഷ്യൽ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണോ നയന്റെ നേരെ കാണുന്ന? ഇതാണോ? ഒരു അല്ല, അതിന്റെ ഇപ്പുറത്ത് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് മാറി. അത് ഇതാണോ? അവിടെ ഒരു അത് തന്നെ. വീക്ക് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു പാറ്റേണിനെ ഫുള്ളി നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടില്ലല്ലോ. ബോഡിയല്ലേ കവർ ചെയ്തിട്ടുള്ളൂ, വിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല. വിക്കും കവർ ആവണോ? യെസ്, വിക്ക് ഉൾപ്പെടെ കവർ ചെയ്യണം. ഫുള്ളി എൻഗൾഫ് Okay. ചെയ്തിരിക്കണം. അതെനിക്ക് കമ്പൽസറി ആണ്. ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട് ബോഡി മാത്രം കവർ ചെയ്താൽ മതി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞ വിക്കും എന്ന് പറയുന്നത് എന്താണ്? ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്ന ഏരിയ ആണ് അല്ലേ? അല്ലേ? ഓക്കെ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഞാന് ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്. ചില മെന്റേഴ്സ് പഠിപ്പിക്കുന്നത് ഞാന് ഇപ്പൊ എന്റെ കൊളീഗ്സ് തന്നെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. പാറ്റേൺ എവിടെയെങ്കിലും ഒക്കെ വന്നാൽ മതി, അത് ഇങ്ങനെ കവർ ചെയ്താൽ മതി, അങ്ങനെ കവർ ചെയ്താൽ മതി എന്നും. പക്ഷെ ഞാൻ ലോജിക്കലിയാണ് ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ മാർക്കറ്റിനെ ഫുള്ളി ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും പെർസ്പെക്റ്റീവിൽ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഒന്ന് സിമ്പിൾ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. ആ വിക്ക് എന്ന് പറയുന്നത് എന്താണ്? അവിടെ വരെ ബൈയിങ് നടന്നിട്ടുള്ളത് കൊണ്ടാണ് ആ വിക്ക് ഹൈ വരെ പോയേക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ബോഡി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. വിഷ്ണുവേ, എന്തിനാ എന്റെ സ്ക്രീനിൽ വരയ്ക്കുന്നേ? ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു പാർഷ്യൽ അല്ലേ? ദാ ഇവിടെ ഫുള്ളി കവർ ചെയ്തിട്ടില്ലേ? ചെറുതായിട്ട് ആ വിക്കിനെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇന്ന് വളരെ സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു അല്ലേ? ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത് അല്ലേ? കാരണം ഒരു പെർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ മാത്രം മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് നിൽക്കുമായിരുന്നു അല്ലേ? അവിടെ നമുക്ക് കിട്ടിയ ഒരു പാർഷ്യൽ എൻഗൾഫിംഗ് ആണ്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. സൈഡ് വേസ് ആണെങ്കിൽ പോലും അതിന്റെ ലോ എന്ത് ചെയ്തിട്ടില്ല? ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല. ഇവിടുത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, പാർഷ്യൽ എൻഗൾഫിങ്ങിനെ ഒന്ന് നോട്ട് ചെയ്തോളൂ.
നമുക്ക് ഇങ്ങനെ ഒരു പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ വരികയാണെങ്കിൽ ഇവിടുത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഹൈ പ്രൈസിൽ ഞാൻ ഇനി രണ്ട് ടൂൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ ബൈ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഹൈ പ്രൈസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ലോ പ്രൈസിന് നമ്മൾ ബൈ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ടൂൾ ഉണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നു, ലോങ് പൊസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ലോങ് പൊസിഷൻ ഞാൻ മറ്റേ ജാർഗൺസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലോങ് ഷോർട്ടും. ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ആ പൊസിഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് രണ്ട് ടൂൾ ഉണ്ട്. ആ ടൂൾ നമ്മൾ എടുക്കുന്നത് ടൂൾ ബോക്സിലേക്ക് വരിക, 1 2 3 4 5. ഫിഫ്ത്ത് ടൂൾ ബോക്സിൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് ടൂൾസ്. ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർമെന്റ് ടൂൾസിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന്റെ ടോപ്പിൽ കിടക്കുന്ന ലോങ് പൊസിഷൻ. ഇത് രണ്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് സ്റ്റാർ ആക്കിയിടാം, ഒന്ന് ഫേവറേറ്റ് ആക്കിയിടാം കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ദെൻ അതെന്താ ചെയ്യാ, നമ്മൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന നമ്മളുടെ വ്യൂ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ലോങ് പൊസിഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എവിടെയാണോ നമ്മൾ എൻട്രി എടുക്കുന്നത് ആ പോയിന്റിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരുന്നു അതിന്റെ കണ്ടീഷൻസ്? പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡൗൺ മൂവ്മെന്റ്, ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബെയറിഷ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിലിനെ സെക്കൻഡ് ക്യാൻഡിൽ എന്ത് ചെയ്തിരിക്കണം, താഴേന്ന് മുകളിലേക്ക് പാർഷ്യലി എൻഗൾഫ് ചെയ്തിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും ഇല്ലേ? അങ്ങനെയാണോ പഠിച്ചേ? അതെ. അതെ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എൻട്രി എടുക്കുക? ആ ക്യാൻഡലിനെ, ആ സെക്കൻഡ് ക്യാൻഡലിന്റെ ക്ലോസ് പോയിന്റിൽ, ക്ലോസ് എവിടെയാണോ സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ആ പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ആ പോയിന്റിൽ നമുക്കൊരു ബൈ പൊസിഷൻ എടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന എവിടെയായിരിക്കും? സെക്കൻഡ് ക്യാൻഡലിന്റെ ലോ പോയിന്റിൽ. സെക്കൻഡ് ക്യാൻഡലിലെ ലോ പോയിന്റിലാണ് നമ്മൾ എന്ത് വെക്കുക? സ്റ്റോപ്പ് ലോസ് വെക്കുക. സ്റ്റോപ്പ് ലോസ് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ഒരു 1:2, മിനിമം ഒരു 1:2 നമുക്ക് ടാർഗറ്റ് വെക്കാം. 1:2 നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ പൊസിഷന്റെ നടുക്കായിട്ടുണ്ട് ഓപ്പൺ പി ആൻഡ് എൽ റിസ്ക് റിവാർഡ് റേഷ്യോ 2 എന്ന് പറഞ്ഞു, കണ്ടോ? ഓക്കെ, അതിന്റെ അർത്ഥം നമ്മള് 1 റിസ്ക് വെച്ചാൽ നമുക്ക് അവിടെ 2 കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് 10 പോയിന്റ് നമ്മൾ റിസ്ക് വെച്ചാൽ 20 പോയിന്റ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. 20 പോയിന്റ് റിസ്ക് വെച്ചാൽ 40 കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതാണ് അവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയാൽ സെക്കൻഡ് സ്റ്റോപ്പ് ലോസ് എവിടെയാണ് പറഞ്ഞത്? സെക്കൻഡ് ക്യാൻഡിലിലെ ലോ പോയിന്റില്. ഓക്കെ ഓക്കെ, സെക്കൻഡ് ക്യാൻഡിൽ ലോ പോയിന്റിലാണ് സ്റ്റോപ്പ് ലോസ് വരിക. ടാർഗറ്റ് നിങ്ങൾ എന്താ 1:2 വെക്കുക. ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അത് നമ്മൾ സെറ്റ് ചെയ്യണോ? അത് സെറ്റ് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. പറഞ്ഞുതരൂ. ഓ, ഇതാ ഈ പൊസിഷൻ നമ്മൾ ആഡ് ചെയ്യില്ലേ? പൊസിഷൻ ആഡ് ചെയ്ത് മനസ്സിലായോ? ഈ ലോങ് പൊസിഷൻ എടുക്കുക. ഈ ലോങ് പൊസിഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ എൻട്രി എടുക്കുന്ന പോയിന്റ്, എൻട്രി പോയിന്റ് എവിടെയാണോ ആ പോയിന്റിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു പൊസിഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോയിൽ നമുക്ക് ആ സെക്കൻഡ് ക്യാൻഡിൽ ലോയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ടാർഗറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക, ഒരു 1:2 ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസ്ക് റിവാർഡ് റേഷ്യോ ചേഞ്ച് ആവുന്ന കാണാൻ സാധിക്കും. കാണുന്നില്ലേ? ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു 1:2 നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് വെക്കുക. വളരെ സ്ലോയിലാണ് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടേക്കുന്നത്, എന്നാലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? കാരണം ഭയങ്കര കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നമുക്കിനി അടുത്ത ഏതാ നോക്കുന്നേ? പാർഷ്യൽ കഴിഞ്ഞു. അതിനുശേഷം യെസ്, ഇവിടെ ഉണ്ട് ഒരു പിയേഴ്സിംഗ് പാറ്റേൺ അല്ലേ? ഡാർക്ക് ക്ലൗഡ് കവർ ഇല്ല ഇവിടെ? ഓക്കെ, ഉണ്ടോ? യെസ്, പ്രയർ മൂവ്മെന്റ്, ഒരു അപ്പ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡില്, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബെയറിഷ് ക്യാൻഡില്. ഫസ്റ്റ് ക്യാൻഡിലെ സെക്കൻഡ് ക്യാൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാർഷ്യലി എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, നമുക്ക് നോക്കാമല്ലോ ട്രേഡ്.
നോക്കിക്കൂടെ? നോക്കാം. ഓക്കെ, നമ്മളിവിടെ എൻട്രി എന്താ എടുക്കുന്നത്? ലോങ്ങോ ഷോർട്ടോ? ഷോർട്ട്. ഷോർട്ട് പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്തു. എവിടെ ആയിരിക്കും എൻട്രി എടുക്കുക? സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക അല്ലെ? സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റിലായിരിക്കും എൻട്രി എടുക്കുക. സെക്കൻഡ് ക്യാൻഡലിലെ ഹൈ പോയിന്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. എൻട്രി എന്നോടാണോ? എന്നാ ചോദിച്ചേ? കേട്ടില്ല. ഓക്കെ, എൻട്രി എവിടെ നമ്മൾ എടുക്കേണ്ടത്? സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റില്. എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്? സെക്കൻഡ് ക്യാൻഡലിലെ ഹൈ പോയിന്റില്. നമുക്ക് എത്ര ടാർഗറ്റ് വെക്കാം? 1:2 ടാർഗറ്റ് വെക്കാം. 1:2 അതിൽ കൂടുതൽ മിനിമം 1:2 എങ്കിലും ടാർഗറ്റ് വെക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കാം, വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കിട്ടുകയും ചെയ്യും. 1:2 മിനിമം ടാർഗറ്റ് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾക്ക് എന്തായിട്ട് വെക്കാം? 1:2 വെക്കാം. നല്ലൊരു ടാർഗറ്റ് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, Done. ദാ നല്ലൊരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് ഈ കിട്ടിയേക്കുന്നത് അല്ലേ? ഇവിടെ അതിന് തൊട്ട് മുന്നേ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ഇവിടെ നമുക്ക് നോക്കാം. നല്ലൊരു എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കിട്ടിയേക്കുന്നത് അല്ലയോ? അല്ലേ? ഒരു ഡൗൺ മൂവ്മെന്റിന് ശേഷം ഫസ്റ്റ് ക്യാനിൽ ബുള്ളിഷ്, ഫസ്റ്റ് ക്യാനിൽ ബെയറിഷ്, സെക്കൻഡ് ക്യാനിൽ ബുള്ളിഷ്, ഫസ്റ്റ് ക്യാനിൽ സെക്കൻഡ് ക്യാനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇതിന്റെ ആരായിരുന്നു? ലിൻസി അല്ലായിരുന്നു ചോദിച്ചത്? എന്തായിരുന്നു? ബുള്ളിഷ് ക്യാൻഡിൽ ആണോ എന്ന് ചോദിച്ചത്? ഇത് നോക്കിയേ, ഈ ക്യാൻഡിൽ കണ്ടില്ലേ? ഫുള്ളി കവർ ചെയ്തായിട്ട് കണ്ടോ? മൊത്തത്തിൽ കവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ വന്നാലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുക കേട്ടോ. അങ്ങനെയുള്ള മറ്റേതും കൺസിഡർ ചെയ്യുന്നവരുണ്ട്, ഞാൻ കൺസിഡർ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഫുള്ളി കൺഫർമേഷൻ കിട്ടണം, അതെനിക്ക് നിർബന്ധമാണ്. കാരണം നമ്മൾ അതാണ് കുറച്ചുകൂടി സേഫ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നതേ. ഓക്കെ ഓക്കെ ദെൻ ഇവിടെ നമ്മൾ ഏതാ പൊസിഷൻ എടുക്കുന്നത്? ലോങ് പൊസിഷൻ ആണ് അല്ലേ? എവിടെയായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക? സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റ്. എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കേട്ടോ. ബുള്ളിഷ് എൻഗൾഫിംഗിന്റെ എൻട്രി എക്സിറ്റ് ആണ് പറയുന്നത്. നമ്മള് എൻട്രി എടുക്കുന്നത് ക്ലോസ് പോയിന്റില്, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് സെക്കൻഡ് ക്യാൻഡലിലെ ലോ പോയിന്റില്. സെക്കൻഡ് ക്യാൻഡലിലെ ലോ പോയിന്റിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് എവിടെയാ വെക്കുക? 1:2 ടാർഗറ്റ് വെച്ചു, നോ പ്രോബ്ലം. നല്ല ടാർഗറ്റ് ഇല്ലേ? പേടിപ്പിച്ചു ഇല്ലേ? എന്തോ ചോദിച്ചു? എൻഗൾഫ് ചെയ്യുന്ന ക്യാൻഡിലിനെയാണ് സെക്കൻഡ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സെക്കൻഡ് ക്യാൻഡിൽ നിങ്ങൾ എന്താണ് സെക്കൻഡ് ക്യാൻഡിൽ നിങ്ങൾ എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് സെക്കൻഡ് ക്യാൻഡിൽ ലോയിൽ വെക്കുക. ക്ലോസ് പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എൻട്രി എടുക്കുക, ലോക്ക് പോയിന്റിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുക, ടാർഗറ്റ് 1:2 വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ ഇനിയൊരു ഫുള്ളി എൻഗൾഫിംഗ് കൂടെ കിട്ടണമല്ലോ. എൻഗൾഫിങ്ങിന് എവിടെ പോ? യെസ്, ഗോട്ട് ഇറ്റ്. പ്രയർ മൂവ്മെന്റ് എന്താ? അപ്പ് മൂവ്മെന്റ് ആണോ? അല്ലേ? പ്രയർ മൂവ്മെന്റ് ഒരു അപ്പ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാനില് ബുള്ളിഷ്, സെക്കൻഡ് ക്യാനില് ബെയറിഷ്, ഫസ്റ്റ് ക്യാനില് സെക്കൻഡ് ക്യാനില് ഫുള്ളി എൻഗൾഫ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഫുള്ളി എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇവിടെ എന്താ എടുക്കുന്നത്? ഷോർട്ട് പൊസിഷൻ ആണ് എടുക്കുന്നത് അല്ലേ? എവിടെ എൻട്രി പ്ലേസ് ചെയ്യുക? സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റില് എൻട്രി അറ്റ് സെക്കൻഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റില്. എസ് എൽ എവിടെയാ വെക്കുക? സെക്കൻഡ് ക്യാൻഡലിലെ ഹൈ പോയിന്റിലായിരിക്കും എസ് എൽ വെക്കുക. ടാർഗറ്റ് നമുക്കൊരു 1:2 വെക്കാം. പെർഫെക്റ്റ് അല്ലേ? 2.27 ഉണ്ട്. പെർഫെക്റ്റ്. ഞാൻ 2ൽ കൂടുതൽ നമുക്ക് അവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? കൺസിഡർ ചെയ്യാലോ? ഓക്കെ, അപ്പം നമ്മൾ ഏതിന്റെയൊക്കെ എൻട്രി പറഞ്ഞു? നമ്മളിപ്പം
പിയേഴ്സിംഗ് പാറ്റേൺ പറഞ്ഞു, ഡാർക്ക് ക്ലൗഡ് കവർ പറഞ്ഞു, ബുള്ളിഷ് എൻഗൾഫിംഗ് പറഞ്ഞു, ബെയറിഷ് എൻഗൾഫിംഗ് പറഞ്ഞു അല്ലേ? ഓക്കെ, അത്രയൊക്കെ അല്ലേ? നോട്ട് ചെയ്തല്ലോ അല്ലേ? വേറൊരു ബെയറിഷ് എൻഗൾഫിംഗ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതല്ലേ? ഒരു എൻട്രി എടുക്കും, ഹലോ, സ്റ്റോപ്പ് ലോസ് കേൾക്കാമോ? ഇവിടെ വെക്കും. കേക്കാലോ, പറഞ്ഞോ. ഈ ടാർജറ്റ് വെക്കാന്ന് പറഞ്ഞില്ലേ, അത് ക്ലിയർ ആ ആയില്ല. അതായത് ടാർഗറ്റ് നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പാറ്റേൺ ഒന്നല്ല, ജസ്റ്റ് ടു കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് ആണ്. നമ്മൾ ചാർട്ട് പാറ്റേൺസ് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ടാർഗറ്റ് ഏരിയ ഉണ്ടാവും. അത് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ടാർഗറ്റ് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അങ്ങനെ നമുക്ക് ഒരു ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയിന്റും എൻട്രി പോയിന്റും നിങ്ങൾക്ക് എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ടാർഗറ്റ് പക്ഷേ ഏത് ഏരിയ എടുക്കണമെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 1:2 മിനിമം ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള ട്രേഡ് എടുത്തോളാൻ. അതായത് ടാർഗറ്റ് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ഫോം ആയിട്ടില്ല, ഈ ഒരു എൻഗൾഫിംഗ് നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ, എൻഗൾഫിംഗ് നടന്നിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പൊ ആ ക്ലോസ് പോയിന്റിൽ നിങ്ങൾ എൻട്രി എടുത്താൽ ടാർഗറ്റ് നമ്മൾ എവിടെ ആയിരിക്കും വെക്കുക? ഈ ഒരു പൊസിഷൻ ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് 1:2 ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. 1:2 സ്ക്രോൾ ചെയ്ത് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സിറ്റ് ആവാം. 1:2 ടാർഗറ്റ് ആയി, ആ ഒരു ട്രേഡിൽ നമുക്ക് 1:2 ടാർഗറ്റ് ആയി. അങ്ങനെ വെക്കാമെന്നാ പറഞ്ഞത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് സെല്ലാണ് കൊടുക്കുന്നത് അവിടെ കയറുമ്പോൾ? ഇത് നമ്മളിപ്പം സെല്ലാണ് ചെയ്തേക്കുന്നത്, ഇൻട്രാഡേ ബേസിൽ. ഓക്കെ, അതെനിക്ക് ഞാൻ കേട്ടിരുന്നു. ആ സെല്ല് കൊടുക്കുമ്പം നമ്മുടെ ആ കയ്യിൽ ഇല്ലാത്തൊരു സാധനം നമ്മൾ എങ്ങനെ സെല്ല് ചെയ്യും എന്നുള്ളതാണ് എനിക്കൊരു ഡൗട്ട് കിടക്കുന്നത് ഇപ്പോഴും. ഓക്കെ, നമുക്ക് സ്റ്റോക്സിലും അതേപോലെ തന്നെ ഓപ്ഷൻ, ഇതിപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ സെല്ലിങ്ങും അല്ലെങ്കിൽ ബൈയിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റോക്സിലല്ല നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിലാണ്. ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ നമുക്കറിയാം അവിടെ കോൺട്രാക്ട് ആണ്, നമ്മൾ ബൈയും സെല്ലും ആണ് ചെയ്യുന്നത്. നമുക്ക് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ഒക്കെ അവിടെ ബൈയും സെല്ലും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്കിന്റെ കേസിൽ വരുമ്പം ഇൻട്രാഡേ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, ചില കോൺട്രാക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ചെയ്യാൻ പറ്റും. ബൈ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ ബൈ ചെയ്തു സെല്ല് ചെയ്തു, അല്ലെങ്കിൽ സെല്ല് ചെയ്തു ബൈ ചെയ്തു, അങ്ങനെയല്ല ചെയ്യുന്നത്. ഒരു പൊസിഷൻ നമ്മൾ ബൈ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് ചെന്നിട്ട് എന്താ നമ്മൾ ചെയ്തത്? അത് ക്ലോസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലോസ് ആ ചെയ്യുന്നത്, അല്ലാതെ നമ്മളത് സെല്ല് ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കോൺട്രാക്ട് നമ്മൾ സെല്ല് ചെയ്തിട്ട് അത് തിരിച്ച് ബൈബാക്ക് ചെയ്തു എന്നല്ല. ചിലർ ബൈബാക്ക് ചെയ്തു എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ബൈബാക്ക് ചെയ്തു എന്നല്ല പറയുന്നത്, ആ ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തു, അങ്ങനെയാ പറയണത് കേട്ടോ. നമുക്ക് ഹൈ പ്രൈസ് നിൽക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലോ പ്രൈസ് നിൽക്കുമ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ബൈയും ചെയ്യാൻ പറ്റും കേട്ടോ. അത് കോൺട്രാക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബൈയും സെല്ലും ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, അത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? പ്രൈസ് താഴത്തേക്ക് വരണം. ആ താഴത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സെല്ല് ചെയ്യാൻ പറ്റുക. ഇവിടെ തന്നെ കണ്ടില്ലേ കണ്ടില്ലേ അവിടെ ഒരു ബൈയും ഉണ്ട് സെല്ലും ഓപ്ഷൻ ഉണ്ട്. ബൈ എന്നുള്ള ഓപ്ഷൻ മാത്രമല്ല ഇവിടെ കിടക്കുന്നത്, നിഫ്റ്റി 50 താഴെ എന്താ കിടക്കുന്നത്? സെല്ലും ബൈയും കിടപ്പുണ്ട് അല്ലേ? ഒരു സെക്കൻഡ്, ഞാനൊരു സാധനം നിങ്ങൾക്ക് അയച്ചു തരാം. വെയിറ്റ്, ഗ്രൂപ്പിൽ അയച്ചിട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു കേട്ടോ. ജസ്റ്റ് സെക്കൻഡ്, ഒന്ന് ഞാൻ മ്യൂട്ട് ചെയ്യണേ.
ഞാൻ ഒരു റീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇൻസ്റ്റയിലെ ഒരു റീല്. ഹിന്ദിയാണ്, എനിക്കറിയത്തില്ല മനസ്സിലാവുമെന്ന്. എല്ലാവർക്കും ഹിന്ദിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? മലയാളം വേർഷൻ ഉണ്ടായിരുന്നു, മലയാളം വേർഷൻ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഹിന്ദി ഇട്ടേക്കുന്നത് കേട്ടോ. ഹിന്ദി എല്ലാവർക്കും ഉള്ള അറിയില്ല. ഒരു കാര്യമാണ്. ഹിന്ദി നോർമലി അറിയില്ല. എന്തോ കേട്ടില്ല. ഹിന്ദി അറിയില്ല. ഏ എന്നതാ പറഞ്ഞേ? ഹിന്ദി അറിയില്ലെന്ന്. ഹിന്ദി അറിയില്ലെന്ന്. എനിക്ക് ഹിന്ദി ഒന്നും എനിക്ക് അറിയത്തില്ല. ഹിന്ദി അറ്റവും ഹിന്ദി വാലും മൂലയൊക്കെ അറിയത്തുള്ളൂ, കറക്റ്റ് ആയിട്ട് അറിയില്ല. മലയാളം കിട്ടുവാണെങ്കിൽ പിന്നീട് ഫോർവേഡ് ചെയ്താൽ ഇപ്പൊ തപ്പാൻ പോണ്ട, കുഴപ്പമില്ല, വിട്ടാരെ. സെല്ലിങ്ങിനെ പറ്റി ഞാൻ വേറൊരെണ്ണം ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മനസ്സിലാവുമല്ലോ, ഇംഗ്ലീഷിലായിട്ടേക്കുന്നത് കേട്ടോ, കുഴപ്പമില്ല, നൈസാണ്. അത് നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഒരു മനസ്സിലാവും. ജസ്റ്റ് ഡെയിലി ലൈഫായിട്ട് പറയുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, അപ്പം ക്ലിയർ ആവും. ഓക്കെ ഓക്കെ. ഓക്കെ, സെല്ല് ചെയ്യാം, നമുക്ക് രണ്ടും മാർക്കറ്റിൽ കണ്ടോ? സെല്ലിങ് ചെയ്യാം, ബൈയും ചെയ്യാം കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് ഇൻട്രാഡേ പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ നമുക്ക് സ്റ്റോക്സിൽ ഇൻട്രാഡേയിൽ എന്തോ ഇൻട്രാഡേയിലല്ലേ നമുക്ക് ബൈയും സെല്ലും ചെയ്യാൻ പറ്റില്ല, ഷോർട്ട് സെല്ലും. ബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിച്ചിട്ട് നമുക്ക് എത്ര നാൾ വേണേലും ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇൻട്രാഡേ ബേസിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്സിൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻട്രാഡേ ബേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് വിറ്റിട്ട് അന്ന് തന്നെ ക്ലോസ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള നമ്മള് ട്രേഡ്സ് ഇപ്പൊ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റും. അക്ഷോക്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെറോദയിലോ ഒന്നിലും അക്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല, ഇപ്പോഴേ സെറ്റ് ആക്കണോ അതോ ക്ലാസ് നമുക്ക് അവിടെ എത്താറാകുമ്പോഴത്തേക്ക് ഇപ്പോഴേ സെറ്റ് ആക്കിയാൽ മതിയോ? ചെയ്തിട്ടോ, നോ പ്രോബ്ലം. ഇപ്പോഴേ ചെയ്തിട്ടോ. അത് മതി, ഓക്കെ, അശ്വതിനെ രണ്ടിലും ആയിട്ട് വേണോ അതോ കോൺടാക്ട് ഒരെണ്ണത്തിൽ ചെയ്താൽ മതി, മാത്രം മതിയോ? അശ്വതി ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്തോ അത് രണ്ടിലും വേണോ ഇതിൽ ഒരെണ്ണത്തിലും മതിയോ? ഏതെങ്കിലും ഒന്നിനെ മതി, സിറോദയിൽ എടുത്തോ. കാരണം നമ്മൾ സിറോദയിലാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തരുന്നത് സിറോദയ വെച്ചിട്ടായിരിക്കും തരിക. ഓക്കെ. അപ്പം സിറോദ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ് സ്റ്റോക്സ് ആണെങ്കിലും സിറോദ ആണെങ്കിലും സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനകത്തും ചാർജസ് വോട്ട് ചെയ്യാൻ വരിക. അപ്പൊ ഈ കമ്മീഷൻ ഗ്രോ എടുത്തിരിക്കുന്നവരോ? ഗ്രോ ഗ്രോ എടുത്ത് വെച്ചിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് മതി. പക്ഷെ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. കാരണം ഈ പല രീതിയിലുള്ള ഓർഡർ ടൈപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. മാർക്കറ്റ് ഓർഡർ, SL മാർക്കറ്റ് ഓർഡർ, SL ലിമിറ്റ് ഓർഡർ, അങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള മാർക്കറ്റ് ഓർഡേഴ്സ് ഉണ്ട്. ട്രേഡ് നമ്മൾ ഒരു പൊസിഷൻ മീൻസ് ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി നമ്മൾ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ഓർഡേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത് ചിലപ്പം പല ബ്രോക്കേഴ്സിലും ഡിഫറെന്റ് ആയിരിക്കും. അതിനകത്ത് വരുന്നൊരു കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. രണ്ടിലും കൂടെ എടുക്കാമോ മാം? അപ്പൊ അതിലും എടുത്തു ഇതിലും അങ്ങനെ ചെയ്യാമോ? അതായത് ഗ്രോയിൽ ഉണ്ട് ഓൾറെഡി. എനിക്ക് 7 അക്കൗണ്ട് ഉണ്ട്. എനിക്ക് ഗ്രോയിലുള്ളത് ഞാൻ മ്യൂച്വൽ ഫണ്ട് സിമിലർലി ഞാനിന്ന് ഫേസ്ബുക്കിനകത്ത് റീല് കണ്ട സമയത്ത് കണ്ടതാണ്. ഒരാള് രണ്ടിലും എടുത്ത് വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, ആ അതുകൊണ്ട് ചോദിച്ചു. അതായത് ഓ അങ്ങനെ കുഴപ്പമില്ല. അപ്സ്റ്റോക്സിലുണ്ട്, എത്ര സെറോയിലുണ്ട്. അക്കൗണ്ട് വേണേലും നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് അത് യൂസ് ചെയ്യാം. നമുക്ക് അക്കൗണ്ട് ഒക്കെ എത്ര വേണേലും വേണം, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇല്ല. ഒത്തിരി വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടം എത്ര വേണേലും എടുക്കാം. എനിക്കിപ്പം ഞാൻ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, മോട്ടിലാലി യൂസ് ചെയ്യും. ട്രേഡ് ചെയ്യാനായിട്ട് SAS യൂസ് ചെയ്യും. സ്റ്റോക്കോ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്യും. പിന്നെ എനിക്ക് ഏഞ്ചൽ വൺ ഉണ്ട്. പിന്നെന്താ, സിറോദ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇതന്നുണ്ട്, ഗ്രോ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ആരും ഉപയോഗിക്കും. സിമിലർലി ഞാൻ എല്ലാം ഞങ്ങളുടെ ഈ ഉപയോഗിക്കും. സെക്കൻഡ് അടുത്ത ഈ സൈക്കോളജി ക്ലാസ് എന്നത്തേക്ക് വരിക? സൈക്കോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു സൈക്കോളജി സെഷൻ ഉണ്ടല്ലോ, അത് അത് കഴിഞ്ഞായിരുന്നു. സാറ് അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് അത് അടുത്ത കിട്ടി. ആഴ്ച കണ്ട് കാണുമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതുവരെ കണ്ടില്ല പുള്ളിയെ. ചേച്ചി ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു അരുൺ സാർ കുറച്ച് ബിസിയാന്ന് തോന്നുന്നു, മേ ബി അതുകൊണ്ടായിരിക്കാം. ഇന്ന് മാമിന് പല്ല് Anyway, വേദന വന്നതിന്റെ ക്ലാസ് എടുക്കാൻ അന്നേരമല്ല, അതിന് ശേഷം ക്ലാസ് എടുക്കുന്നത്. എന്തായിരുന്നു, ഞാൻ എനിക്ക് മാമിന് ക്ലിയർ പല്ല് ആയില്ല പറഞ്ഞു. മാമിന് പല്ല് വേദന ഉണ്ടായിരുന്നു.
ആ ആ ആ സാർ അത് തന്നെ ആ സാറിന്റെയാണ് സൈക്കോളജി സെഷൻ വരിക. അന്ന് സാറ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമല്ലേ ഉള്ളൂ, അതിന്റെ ക്ലാസ് എടുത്തില്ലല്ലോ. ക്ലാസ് ഒന്നും ഇല്ല, നിങ്ങൾ ജസ്റ്റ് പുള്ളി അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പറഞ്ഞിട്ടില്ലായിരുന്നോ? നെക്സ്റ്റ് വീക്ക് കാണാമെന്ന് പറഞ്ഞാണ് പുള്ളി പോയത്. പിന്നെ ഇപ്പൊ ആ രണ്ടാഴ്ച 3 ആഴ്ച പിന്നെ കണ്ടില്ലല്ലേ, വിട്ടുപോയതായിരിക്കും കേട്ടോ, ഞാൻ ചോദിക്കാം. 10 ദിവസം ഓക്കെ. ബ്രീത്തിങ് എക്സസൈസ് വന്നിട്ട് അടുത്ത ആഴ്ച കാണാന്ന് പറഞ്ഞു പോയതാ. അതെ. ഓക്കെ ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഓക്കെ. സൈക്കോളജി സെഷൻ ഞാനല്ല കേട്ടോ പുള്ളി എടുക്കാറ്, എല്ലാവർക്കും അങ്ങനെ തന്നെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു മേ ബി 2 ക്ലാസ്സിനൊക്കെ ഒരുമിച്ച് തരാനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. എനിവേ അത് ഞാൻ പറയാം, ഞാനത് ചോദിച്ചിട്ട് പറയാമേ. ഓക്കെ. പുള്ളി അല്ലാതെ ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ആര് അരുൺ സാറാണോ? അരുൺ സാർ അല്ലാതെ ക്ലാസ് ആയിട്ടില്ലല്ലോ, സൈക്കോളജി സെക്ഷൻ മാത്രമേ ഉള്ളൂ. സൈക്കോളജി സെഷനേ ഉള്ളൂ. മേഡം വേറെന്താ ചോദിച്ചോ. മേഡം ഈ പൊസിഷൻ സൈസിങ് ടൂളിനകത്ത് ഈ എമൗണ്ട് ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അത് നമ്മൾ വാങ്ങിക്കും, അതൊക്കെ ഇതായിട്ട് ഇത് അതെന്താ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പൊസിഷൻ സൈസിങ് ടൂൾ അല്ല. പൊസിഷൻ സൈസിങ് വേറെ കേട്ടോ. പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മളുടെ ക്യാപിറ്റൽ കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് റിസ്ക് മാനേജ് ചെയ്തിട്ട് എത്ര മീൻസ് ക്വാണ്ടിറ്റി എടുക്കാം എന്നൊക്കെ യൂസ് ചെയ്യുന്നതാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഇവിടെ ക്ലോസ്ഡ് പി ആൻഡ് എൽ അങ്ങനെ അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ ചോദിക്കുന്നത്. ഈ ഇവിടെ സ്റ്റോപ്പ് നമ്മൾ എമൗണ്ട് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി എന്നൊക്കെ 13 പറഞ്ഞു. എടുത്താൽ എത്ര പ്രോഫിറ്റ് കിട്ടും, അത് ഈ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് 2.22 ഉണ്ടെങ്കിൽ നമുക്ക് 18 പോയിന്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയാലും 40 പോയിന്റ് നമുക്ക് ടാർഗറ്റ്. അതാണ് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പറ്റില്ലല്ലോ. നിഫ്റ്റിയിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. നിഫ്റ്റിയിൽ നമുക്ക് ഡയറക്റ്റ് ട്രേഡ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഈ പൊസിഷൻ ആഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ നിഫ്റ്റിയിൽ എടുക്കും ഇപ്പോഴല്ല. നമ്മൾ നമ്മൾ ഇനിയും പഠിക്കുന്ന ഇക്വിറ്റി സെഗ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് പഠിക്കും. ആ ഡെറിവേറ്റീവ് സെഗ്മെന്റ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിഫ്റ്റിയുടെ ഡെറിവേറ്റീവിൽ നമ്മൾ ട്രേഡ് എടുക്കും. അത് നിഫ്റ്റിയിൽ വ്യൂ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെറിവേറ്റീവിൽ ട്രേഡ് എടുക്കുക. ഓക്കെ ദെൻ വേറെ പാറ്റേൺ ഒക്കെ കണ്ടുപിടിക്കേ. ഇനി ഒരു ഹറാമി വേണ്ടേ? ഹറാമി പാറ്റേൺ ഇവിടെ ഹറാമി പാറ്റേൺ. അതാ ഒരു ഹറാമി പാറ്റേൺ കിട്ടി, പക്ഷെ പറ്റിച്ചു അല്ലേ, SL അടിച്ചു ഇല്ലയോ? നോക്കിയേ, എൻട്രി എടുത്ത് നെക്സ്റ്റ് ക്യാനില് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഡേ ആണോ? അതെ, അടുത്ത ദിവസമാണ്, അതുകൊണ്ടാണ്. നോ പ്രോബ്ലം, നെക്സ്റ്റ് ഡേ ആണ് വന്നത്. എന്താ ഇവിടൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പാറ്റേൺ കിട്ടും കേട്ടോ. പിയേഴ്സിങ്, ഒരു പിയേഴ്സിങ് കിട്ടി. ഹറാമി പാറ്റേൺ, നല്ലൊരു ഹറാമി പാറ്റേൺ അല്ലേ. ഫയർ മൂവ്മെന്റ്, അപ്പ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബുള്ളിഷ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബെയറിഷ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ ഇൻസൈഡ് ആണ് സെക്കൻഡ് ക്യാൻഡിൽ നിൽക്കുന്നത് അല്ലേ, അല്ലയോ? അതെ, ഓക്കെ. അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സെക്കൻഡ് ക്യാൻഡിലെ ക്ലോസ് പോയിന്റിൽ നമുക്കൊരു എൻട്രി എടുക്കാം. സെക്കൻഡ് ക്യാൻഡിലെ ക്ലോസ് പോയിന്റിൽ നമുക്കൊരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ ആയിരിക്കും വെക്കുക? ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയില്. എവിടെയാ വെക്കുക? ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയില്. എവിടെയാ നമ്മൾ എൻട്രി എടുക്കുക? സെക്കൻഡ് ക്യാൻഡിലിന്റെ ക്ലോസ് പോയിന്റിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുക? ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ പോയിന്റിൽ കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സ്റ്റോപ്പ് ലോസ് എന്താണ്? സ്റ്റോപ്പ് ലോസ് എന്താണെന്നോ? അതെ, മാർക്കറ്റ് ജാർഗൺസ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അതായത് നമ്മളൊരു ട്രേഡ് എടുത്താൽ, ഇപ്പൊ ഞാൻ 100 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു. ആ 100 രൂപയ്ക്ക് ട്രേഡ് എടുത്താൽ നമ്മള് മാർക്കറ്റ്, നമുക്കൊരു വ്യൂ ഉണ്ട്, ആ വ്യൂവിൽ തന്നെ മാർക്കറ്റ് പോകുന്ന ഒരു ഉറപ്പുമില്ല. ഉണ്ടോ? ഒരുറപ്പുമില്ല. എന്താ, നമുക്ക് എങ്ങാനും നമ്മളുടെ വ്യൂവിനെതിരായിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് താങ്ങാൻ കപ്പാസിറ്റി ഉള്ളൊരു ലോസ് ഉണ്ട്.
ഇത്ര ഞാൻ മാർക്കറ്റിന് കൊടുക്കും, അല്ലെങ്കിൽ ഇത്ര വരെ വന്നാൽ എനിക്ക് ഇത്രയും ലോസ് എനിക്ക് താങ്ങാൻ പറ്റും. ഇപ്പൊ ഞാൻ 100 രൂപയ്ക്ക് ഞാൻ ഒരു ട്രേഡ് എടുത്തു, 150 എന്റെ ടാർഗറ്റ് എന്ന് വിചാരിച്ചോ, എങ്ങാനും തിരിച്ച് അപ്പൊ നമ്മൾ റിവേഴ്സ് സ്റ്റോപ്പ് ആയിട്ട് ലോസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് വെച്ച് ഇത് ക്ലോസ് ആകുമോ? അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ എക്സിറ്റ് ആ പൊസിഷൻ ക്ലോസ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് എടുക്കുമ്പോൾ സെറ്റ് ചെയ്ത് സമയത്ത് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറങ്ങിക്കോളും. ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റോപ്പ് ലോസ് വെക്കാതൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും ഹ്യൂജ് ലോസ് ഒക്കെ അടിക്കുന്നത്. ഓക്കെ ഓവർ ഓക്കെ. കോൺഫിഡൻസ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതെ എന്ത് ചെയ്യും, ചിലർ ട്രേഡ് എടുക്കും. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും, അവർക്കത് എസ് എൽ വെക്കത്തില്ല. മാർക്കറ്റ് വീണ്ടും വീണ്ടും താഴത്തേക്ക് പോകുമ്പോ എന്ത് സംഭവിക്കും, ഓവർ ലോസ് ആവും. ഓക്കെ. ഇത് പക്ഷെ ഇൻട്രാഡേയിലല്ലേ യൂസ്ഫുൾ ആവത്തുള്ളൂ. ഏത് അതെ. സ്റ്റോപ്പ് ലോസ്? ലോങ് സ്റ്റോപ്പ് ലോസ് ടൈമിലേക്ക് ഇത് നമ്മൾ ലോങ് ടൈമിലേക്ക് വെക്കാൻ പറ്റില്ല സ്റ്റോപ്പ് ലോസ്. അല്ലെങ്കിൽ വെക്കാം, ഡെയിലി പോയി ചേഞ്ച് ചെയ്തോണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഡെയിലി പോയി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ലോങ് ടൈമിലേക്ക് നമ്മൾ ഇവിടെ എന്താ പഠിക്കുന്നത്, ട്രേഡിംഗ് ആണ്. ലോങ് ടൈമിലേക്ക് നമ്മൾ ചെയ്യുന്ന എന്താ, ഇൻവെസ്റ്റ്മെന്റ് ആ. ട്രേഡിംഗ് വേറെ, ഇൻവെസ്റ്റ്മെന്റ് വേറെ. ഈ ലോങ് പറയുന്ന നമ്മൾ ടൈമിലല്ല, സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്ക് ഇത് കൊണ്ട് ഗുണമുണ്ടോ? സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ 1-2 ദിവസം ട്രേഡിംഗ് ചെയ്യുമ്പോഴും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് ഡെയിലി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആ ട്രേഡിൽ പോയിട്ട് ഓരോ ദിവസം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യണം. ആ ഓർഡർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ പ്ലേസ് ആയി കിടക്കും, എക്സിക്യൂട്ട് ആവില്ല. എക്സിക്യൂട്ട് ആവണമെങ്കിൽ ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നാൽ എക്സിക്യൂട്ട് ആവും. അപ്പൊ ഡെയിലി പോയിട്ട് അതപ്പം നമ്മുടെ ഓർഡേഴ്സിൽ പെൻഡിങ് ഓർഡർ ആയിട്ടായിരിക്കും കിടക്കുക. മനസ്സിലായോ? അത് പെൻഡിങ് ഓർഡർ ആയിട്ട് പോയി കിടക്കും. ആ പെൻഡിങ് ഓർഡർ എക്സിക്യൂട്ട് ആവണമെങ്കിൽ എന്ത് വേണം, ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വരണം. പല രീതിയിലുള്ള ഓർഡർ ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്. അതായത് നമുക്ക് ചിലരുണ്ട് മാർക്കറ്റില് വ്യൂ ഉണ്ടാവും, ഇന്ന പ്രൈസിലേക്ക് മാർക്കറ്റ് വരും, ആ ഒരു പ്രൈസിൽ ട്രേഡ് എടുക്കുമെന്ന്. അപ്പൊ ആ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് വരുന്നത് വരെ നമുക്ക് ചിലപ്പം നോക്കിക്കൊണ്ടിരിക്കാൻ സമയം ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പോകും. ഇപ്പൊ തന്നെ 100-ലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ, എനിക്ക് 95-ൽ എനിക്ക് എൻട്രി എടുത്താൽ മതി, ഒരു ബൈ പൊസിഷൻ എടുത്താൽ മതി. അപ്പൊ പക്ഷെ 95 വരെ വരുന്നത് വരെ നോക്കിയിരിക്കാന് എനിക്ക് ടൈമില്ല. ഞാൻ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടിട്ട് പോകും. അതൊക്കെ നമുക്ക് ലാസ്റ്റിൽ പഠിക്കുന്നതാണ്. ഇപ്പോഴേ പറഞ്ഞാൽ ഞാൻ ആരെയും കൺഫ്യൂഷൻ ആക്കുന്നില്ല കേട്ടോ. ഇപ്പൊ സ്റ്റോപ്പ് ലോസിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഓരോ ടൈപ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റിൽ പറയവേ, പഠിപ്പിക്കും. ഓക്കെ ഓക്കെ. ഇപ്പോഴേ പറഞ്ഞാല് ചിലപ്പം കൺഫ്യൂഷൻ ആവും. ഇത് ആരാ സംസാരിക്കും, ലിൻസി അല്ലേ ഇത്? അതെ, ഓക്കെ. ട്രേഡ് ചെയ്യാറുണ്ടോ? കുറച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. എന്തിലാ ചെയ്യാറുള്ളേ? ജിയോജിത്ത്. അതല്ല, എന്ത് പിന്നെ ടൈപ്പ് ട്രേഡിംഗ് ചെയ്യാറുള്ളത്? അതൊക്കെ അതാ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഞാൻ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ. ഇൻട്രാ സ്വിംഗ് എന്തിനെ ചെയ്തിട്ടില്ല. ബേസ് ചെയ്തിട്ടാ ട്രേഡ് ചെയ്യുന്നേ? അങ്ങനെ ബേസ് ചെയ്യുന്ന ചോദിച്ചാൽ എനിക്ക് ആരെങ്കിലും നല്ല ഇതാന്ന് പറയുമ്പോൾ വാങ്ങിക്കും, അങ്ങനെ അറിയത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ഇന്നത് വാങ്ങിച്ചോ എന്ന് അങ്ങനെയുള്ള പറയുമ്പോൾ അത് ജസ്റ്റ് ബൈ ചെയ്യുന്നതാണ് അല്ലേ? അത് തന്നെ അല്ലാതെ അങ്ങനെയുള്ളൂ. പേഴ്സണൽ അല്ലാണ്ട് ഞാൻ വ്യൂവിന് നോക്കി ചെയ്യുന്നതല്ല. അല്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, നോ പ്രോബ്ലം. നമുക്കൊരു ബുള്ളിഷ് ഹറാമിയും കൂടെ വേണമല്ലോ. ബെയറിഷ് ഹറാമി നമ്മൾ പറഞ്ഞു, ഒരു ബുള്ളിഷ് ഹറാമി കൂടെ വേണമല്ലോ. മാം, ഈ ബെയറിഷ് ഹറാമിയിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈലല്ലേ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണത്? അതെ. കാരണം മറ്റേത് നമ്മൾ ഇൻസൈഡ് അല്ലേ നിൽക്കുന്ന ക്യാൻഡില്, ഓക്കെ അതിന്റെ ഹൈ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് ക്യാൻഡില് ഹൈ വെക്കുന്നത് കേട്ടോ. ആ. അന്നോ മെഡിസിൻ എടുത്ത് കുടിക്കടാ. കിട്ടിപ്പോയി. നോക്കി അങ്ങനെ കിട്ടി. ബുള്ളിഷ് ഹറാമി എന്തായിരുന്നു? പ്രയർ മൂവ്മെന്റ് എന്താണ്? ഡൗൺ മൂവ്മെന്റ് അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെയറിഷ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ.
ഇൻസൈഡ് വരണം അല്ലേ? ഇൻസൈഡ് വന്നാൽ നമുക്ക് എന്ത് പറയാം? അപ്സൈഡിലേക്ക് നമുക്ക് നോക്കാവുന്ന പറയാം അല്ലേ? ഇത് എവിടെയാ നമ്മൾ എൻട്രി എടുക്കുക? സെക്കൻഡ് ക്യാൻഡലിന്റെ ക്ലോസ് പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം അല്ലേ? സെക്കൻഡ് ക്യാൻഡലിന്റെ ക്ലോസ് പോയിന്റിൽ നമ്മൾ എൻട്രി എടുക്കാം. ഫസ്റ്റ് ക്യാൻഡൽ ലോയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ലോസ് വെക്കാം. ദെൻ ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം? 1:2 നമുക്ക് 1:2 ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. അതായിരിക്കും ബെറ്റർ എപ്പോഴും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ടാർഗറ്റ് കൂട്ടി മുകളിലേക്ക് വെക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും മിനിമം നമുക്കൊരു ഒരു ഡീസന്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1:2 ആണ്. 1:2 കുറവിൽ ഞാൻ എടുക്കാൻ പറയാറില്ല. എന്നാൽ 1:2 മുകളിലേക്ക് പോകാനും പറയാറില്ല. ഞാൻ അങ്ങനെയാണ് നോക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും അത് തന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതുവരെ നമ്മൾ പഠിച്ച പാറ്റേണിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി നമ്മളിപ്പോ പറഞ്ഞു. ദെൻ ഇനി നമുക്ക് ഒരു ടൈപ്പ് പാറ്റേണും കൂടെ പഠിക്കാനുണ്ട് അല്ലേ? എന്തുവാ? ട്രിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ അല്ലെങ്കിൽ ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ എന്ന് പറയും. ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ എന്ന് നമ്മൾ പറയും. എന്റെ നോട്ട്സ് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ. മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് എന്താ? ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ. അല്ലെങ്കിൽ 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 or 5 ക്യാൻഡിൽ കൂടി ചേർന്ന് വരുന്ന പാറ്റേൺസും ഉണ്ട്. പക്ഷെ അതങ്ങനെ കൂടുതലായിട്ട് മാർക്കറ്റിൽ കാണാറില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. കൂടുതലായിട്ട് അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ കാണാറില്ല ആ പാറ്റേൺസ് ഒന്നും. അതായത് വേറെ 2-3 പാറ്റേൺ കൂടി ഉണ്ട്. ജസ്റ്റ് പറയാം. ഓക്കെ. മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണിൽ ഫസ്റ്റ് പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. ഓക്കെ. ഇതൊരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് കേട്ടോ. 3 ക്യാൻഡിൽ പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ. കണ്ടീഷൻസ് പറയാം. പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു ഡൗൺ മൂവ്മെന്റ് ആയിരിക്കണം. പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഡൗൺ മൂവ്മെന്റ്. പ്രയർ മൂവ്മെന്റ് ഷുഡ് ബി എ ഡൗൺ മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ ഷുഡ് ബി എ ബെയറിഷ് ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിരിക്കണം. ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കണം സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കണം. ദെൻ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. ഈ പറഞ്ഞ സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലോ റെഡ് കളറിലോ വന്നോട്ടെ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഈ പിക്കിനകത്ത് കാണിച്ചേക്കുന്ന പോലെ ഒന്നും വരണമെന്നൊന്നുമില്ല. ഒരു ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദ തേർഡ് ക്യാൻഡിൽ must be a bullish candle and it must cover at least 50% above of first candle. അതായത് തേർഡ് ക്യാൻഡിൽ നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലെ ആ ഒരു ബെയറിഷ് ക്യാൻഡിൽ അതിന്റെ ഒരു 50% എബവ് എങ്കിലും കവർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? മാർക്കറ്റിന് അപ്സൈഡ് മൊമെന്റം പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ വി ക്യാൻ എക്സ്പെക്ട് ആൻ അപ്സൈഡ് മൊമെന്റം. ഓക്കെ ആണോ? എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഡൗൺ മൂവ്മെന്റ് ആയിരിക്കണം. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കണം. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കണം. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. ബുള്ളിഷ് ക്യാൻഡിൽ ആയാൽ മാത്രം പോരാ, ഫസ്റ്റ് ക്യാൻഡിലെ അറ്റ്ലീസ്റ്റ് 50 to 70% എങ്കിലും കവർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന എക്സ്പെക്ട് ചെയ്യാം. ഇവിടുത്തെ ലോജിക്ക് എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താ ഇവിടുത്തെ ലോജിക്ക് എന്ന്? നല്ല സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റ് ആയിരുന്നു അല്ലേ? നല്ല സെല്ലേഴ്സ് സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റ് ആയിരുന്നു. സോ ഫസ്റ്റ് ക്യാൻഡിൽ അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു ബെയറിഷ് ക്യാൻഡിലാണ്. അതിനകത്ത് കൺഫ്യൂഷൻ എല്ലാവർക്കും ഇല്ലേ? ദെൻ സെക്കൻഡ് എന്താ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്?
ഒരു ഇൻഡിസിഷൻ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു അല്ലേ? മാർക്കറ്റിൽ ഒരു ഇൻഡിസിഷൻ ക്രിയേറ്റ് ചെയ്തു. ഇൻഡിസിഷൻ ക്രിയേറ്റ് ചെയ്തതിന് കാരണം എന്താ? അവിടെ ഒരു ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇനി മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകും നമുക്ക് ഒരു ഉറപ്പുമില്ല. സോ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് ആരാ ഏറ്റെടുത്തേ? ബയേഴ്സ്. ബയേഴ്സ് എടുത്തു അല്ലേ? അതിനുശേഷം നല്ല സ്ട്രോങ് ബയേഴ്സ് വന്നു. എങ്ങനെയാ നമ്മൾ കൺഫേം ചെയ്യുന്നത്? ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ക്യാൻഡലിനെ 50 അല്ലെങ്കിൽ ഒരു 70% അത് കവർ ചെയ്തു. സോ നമുക്ക് ഇനിയും പറയാം, മാർക്കറ്റില് സെല്ലർ സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റിലേക്ക് ആര് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്? ബയേഴ്സ് വന്നിട്ടുണ്ട്. ഈ മാർക്കറ്റ് പോകാനുള്ള മുകളിലേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ ആണോ? ഇതാണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എൻട്രി മെത്തേഡ് എന്താ? ട്രേഡ് എങ്ങനെയാ എടുക്കുക? തേർഡ് ക്യാൻഡലിലെ ക്ലോസ് പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് തേർഡ് ക്യാൻഡലിന്റെ ക്ലോസ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 3 ക്യാൻഡലിലെ ഏത് ക്യാൻഡിലാണോ ലോ പോയിന്റിൽ നിൽക്കുക, മിക്കപ്പോഴും സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ആയിരിക്കും, ആ ഡോജി ക്യാൻഡിൽ തന്നെ ആയിരിക്കും ലോ പോയിന്റിൽ നിൽക്കുക. ഏതാണോ ലോ, ആ ലോ പോയിന്റ് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ. 3 ക്യാൻഡിലല്ലേ ഇവിടെ? ആ 3 ക്യാൻഡിലിനെ വെച്ച് ഏത് ക്യാൻഡിലാണോ താഴെ നിൽക്കുന്നത്, ലോ പോയിന്റിൽ നിൽക്കുന്നത്, അതായിരിക്കും നമ്മൾ എന്തായിട്ട് വെക്കുക? സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുക. ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ചാർട്ടിൽ പോയി നോക്കാം. എവിടേക്കോ ഞാൻ മോർണിംഗ് സ്റ്റാർ ഇപ്പൊ കണ്ടായിരുന്നു, ഇതൊക്കെ കാണിച്ചു തന്നത്. ആ യെസ്, ഓക്കെ. അത് ഈവനിങ് സ്റ്റാർ, സോറി, ഈവനിങ് സ്റ്റാർ മോർണിംഗ്. എന്തോ കേട്ടില്ല. മോർണിംഗ് സ്റ്റാർ അല്ലേ വേണ്ടത്, ഈവനിങ് സ്റ്റാർ അല്ലേ വേണ്ടത്. യെസ്, ഗോട്ട് ഇറ്റ്. ലുക്ക്, ഇതാ ഓക്കെ. പ്രയർ മൂവ്മെന്റ് എന്താ? ഡൗൺ മൂവ്മെന്റ് അല്ലയോ? ഫസ്റ്റ് ക്യാൻഡിൽ എന്തുവാ? ബെയറിഷ്. ഫസ്റ്റ് ക്യാൻഡിൽ ബെയറിഷ്. സെക്കൻഡ് ക്യാൻഡിൽ ഒരു ഡോജി അല്ലേ? തേർഡ് ക്യാൻഡിൽ നല്ല സ്ട്രോങ് ക്യാൻഡിൽ അല്ലേ? 50% എബോ കവർ ചെയ്തിട്ടുണ്ടോ? മാം, ബിയറിഷ് ക്യാൻഡലിന്റെ 50% പോലെ കവർ ചെയ്യുന്നത്. അതെ. ഓക്കെ. താഴേന്ന് തുടങ്ങണമെന്നൊന്നുമില്ല. 50% അങ്ങനെയൊന്നുമില്ല. താഴേന്ന് തുടങ്ങണമെന്നില്ല. 50% എബോ എങ്കിലും അതിനെ ക്ലോസ് ചെയ്തിരിക്കണം. സെക്കൻഡ് ക്യാൻഡലിലെ ഫസ്റ്റ് ക്യാൻഡലിലെ ഒരു 50% എബോ എങ്കിലും കവർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. താഴേന്ന് മുകളിലേക്കൊന്നും പോകണമെന്നൊന്നുമില്ല. അതിന് ഡോജി ക്യാൻഡൽ ഉണ്ട് കേട്ടോ അതിന്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ എൻട്രി എടുക്കുക, ക്ലോസിൽ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് ഡോജി ക്യാൻഡലിലെ ലോയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് ടാർഗറ്റ് എത്ര വെക്കാം? 2% വെക്കാം, 1:2 വെക്കാം. പക്ഷെ പോവുകയാണെങ്കിൽ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ട് അല്ലേ? നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം, വേറെ നോക്കാം. യെസ്, ലുക്ക്, എന്താണ് പ്രയർ മൂവ്മെന്റ്? ഒരു ഡൗൺ മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെയറിഷ്. സെക്കൻഡ് ക്യാൻഡിൽ എന്തുവാ? ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, സ്മോൾ ബോഡി ക്യാൻഡിൽ ആണ് അല്ലെ? ദെൻ തേർഡ് ക്യാൻഡിൽ എന്ത് ചെയ്യാ? നല്ലൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ആണ് അല്ലെ? കാരണം ഇത്രയും വരെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പുള്ളി കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? പുള്ളി ക്ലോസ് ചെയ്തിട്ട് അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടോ? നോക്കാവുന്നതേ ഉള്ളൂ അല്ലെ? നോക്കാവുന്നതേ. ഇത് പക്ഷെ മൂവ്മെന്റ് ഒന്നും നടന്നിട്ടില്ല, ഫുള്ളി കവറും ചെയ്തിട്ട. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ? പക്ഷെ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല? മൂവ്മെന്റ് ഒന്നും കിട്ടിയില്ല അല്ലെ?
സൈഡ് വേസ് മൂവ്മെന്റ് മൂവ്മെന്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ മോർണിംഗ് സ്റ്റാർ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം ഈവനിങ് സ്റ്റാർ അപ്പൊ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ അല്ലേ? സിമ്പിൾ അല്ലേ? എന്തായിരിക്കും? പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു അപ്പ് മൂവ്മെന്റ് ആയിരിക്കും അല്ലേ? പ്രയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു അപ്പ് മൂവ്മെന്റ് ആയിരിക്കും. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കും. സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കും. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ ആയിരിക്കും. ചുമ്മാ ബെയറിഷ് ക്യാൻഡിൽ ആയാൽ പോരാ, എന്ത് വേണം? ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഒരു 50 to 70% എങ്കിലും കവർ ചെയ്തിരിക്കണം, വേണ്ടേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇനി മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും അല്ലേ? ലോജിക്ക് എന്താ? നല്ല ബയർ സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റ് ആയിരുന്നു. ആ ബയർ സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റിലേക്ക് ആര് വന്നിട്ടുണ്ട്? ഇൻഡിസിഷൻ ക്രിയേറ്റ് ചെയ്തു അല്ലെ? ബയർ സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റിലേക്ക് ഇൻഡിസിഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ കൺഫ്യൂഷനായി. ഇനി ആര് മാർക്കറ്റിനെ ഏറ്റെടുക്കും? ആരാ മാർക്കറ്റിനെ ഇവിടെ ഏറ്റെടുത്തത്? സെല്ലേഴ്സ് ഏറ്റെടുത്തു അല്ലെ? ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ വന്നു. ദാറ്റ് മീൻസ് ആ ഒരു ഫസ്റ്റ് ക്യാൻഡിലെ 50 to 70% കവർ ചെയ്തു. സോ നമുക്കിനി താഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം. ട്രേഡ് എങ്ങനെ ചെയ്യുന്നത്? തേർഡ് ക്യാൻഡിലെ ക്ലോസ് പോയിന്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എൻട്രി എടുക്കാം. 3 ക്യാൻഡിലിനെയും കൂടെ ഹൈയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. ഓക്കെ, നോട്ട് ചെയ്തോ? നോട്ട് ചെയ്യണം കേട്ടോ, ഇങ്ങനെ തന്നെ നോട്ട് ചെയ്യണം. പ്രയർ മൂവ്മെന്റ് ഷുഡ് ബി ആൻ അപ്പ് മൂവ്മെന്റ്. എഴുതിക്കോളൂ. പ്രയർ മൂവ്മെന്റ് ഷുഡ് ബി ആൻ അപ്പ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ should be a bullish candle. Second candle should be എന്താണ്? സെക്കൻഡ് ക്യാൻഡിൽ ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡോജി ക്യാൻഡിൽ ആയിരിക്കണം. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം? തേർഡ് ക്യാൻഡിൽ should be a strong bearish candle and it must cover at least 50 to 70% of first candle. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം? we can expect a downside movement. എങ്ങനെയാ എൻട്രി എടുക്കുക? എൻട്രി അറ്റ് ക്ലോസ് ഓഫ് തേർഡ് ക്യാൻഡിൽ ആൻഡ് സ്റ്റോപ്പ് ലോസ് അറ്റ് ഹൈ ഓഫ് സെക്കൻഡ് ക്യാൻഡിൽ എന്നോ, അല്ലെങ്കിൽ ഏറ്റവും ഹൈ എവിടെയാണോ ഈ 3 ക്യാൻഡിലിനെ വെച്ചിട്ട് ഏതാണോ ഹൈ നിൽക്കുന്നത് ആ ഹൈയിൽ SL വെക്കാം കേട്ടോ. ചിലപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ നിന്നേക്കാം, അല്ലെങ്കിൽ മിക്കപ്പോഴും എന്താണ് ഡോജി ക്യാൻഡിൽ തന്നെ ആയിരിക്കും വരിക. ചിലപ്പോൾ ഈ തേർഡ് ക്യാൻഡിലിനെ വരാനും പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതാണോ ഹൈ നിൽക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? SL പ്ലേസ് ചെയ്യാം. ചാർട്ടിൽ പോയി നോക്കാം. നമ്മൾ ഇവിടെ എവിടെയൊക്കെയോ കണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു കണ്ടത്? മാം ഈവനിങ്. ഹലോ എന്തോ? മാം അതിന്റെ എൻട്രി ഒന്നും കൂടെ പറയാമോ? എൻട്രി അറ്റ് ക്ലോസ് ഓഫ് തേർഡ് ക്യാൻഡിൽ. എൻട്രി അറ്റ് ക്ലോസ് ഓഫ് തേർഡ് ക്യാൻഡിൽ. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഹൈ ഏതിന്റെയും ഹൈയിൽ വെച്ചാൽ മതി. അതായത് ഏതാണോ ഹൈയിൽ നിൽക്കുന്നത് ആ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി കേട്ടോ. മിക്കപ്പോഴും ഏതിന്റെ ആയിരിക്കും? ഈ ക്യാൻഡിലിനെ തന്നെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് മീൻസ് ഹൈ നിൽക്കുന്നത്. ആ ഡോജി ക്യാൻഡിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക? ഹൈ പോയിന്റിൽ നിൽക്കുക കേട്ടോ. ചിലപ്പോ ഈ തേർഡ് ക്യാൻഡിലും ചിലപ്പോ എന്ത് ചെയ്യാറുണ്ട്? വിക്ക് മാത്രമായിട്ടൊക്കെ നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞത്. നല്ലൊരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ആണ് അല്ലേ? ഓക്കെ, പ്രയർ മൂവ്മെന്റ് നല്ലൊരു അപ്പ് മൂവ്മെന്റ്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ. സെക്കൻഡ് ക്യാൻഡിൽ എന്താണ്? ഒരു ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലേ? തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്തുവാ? ഒരു 50% കവർ ചെയ്തിട്ടില്ലേ? ഉണ്ട്. നമുക്ക് നോക്കാം അല്ലേ? ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം. ഷോർട്ട് പൊസിഷൻ എടുക്കും. ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നത്? സെക്കൻഡ് ക്യാൻഡിലെ ഹൈയിൽ വെക്കും. ഇവിടെ സെക്കൻഡ് ക്യാൻഡിലാണ് ഹൈ പോയിന്റിൽ അല്ലേ? അതുകൊണ്ട് സെക്കൻഡ് ക്യാൻഡിലെ ഹൈ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാം. നല്ലൊരു മൂവ്മെന്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്ക് ടു മാന്യമായ പ്രോഫിറ്റ് അല്ലേ? അപ്പം അത് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? എന്താ മൂവ്മെന്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നതാണെന്ന് മനസ്സിലായോ? ഇതൊക്കെ മാർക്കറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പാറ്റേൺസ് ആണെന്ന് മനസ്സിലായോ? പക്ഷെ സെക്കൻഡ് ഇത് മറ്റേ ഇത് ഞാൻ അങ്ങനെ നോക്കാറില്ല. ഏതാ നമ്മുടെ സിംഗിൾ ക്യാൻഡിൽ
ഇത്ര ഓക്കെയാണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? നോട്ട് ഓക്കെ ചെയ്തോ? അപ്പൊ ഹോംവർക്ക് ചെയ്യുവോ? ചെയ്യാം. ഉം. ഹോംവർക്ക് ചെയ്തിട്ട് എപ്പ തരും? ഇന്ന് രാത്രി നാളത്തെ നാളെ ക്ലാസ്സിന് മുമ്പ് നാളെ ഉം. പകലയച്ചേക്കാം. ഓക്കെ, എല്ലാരും ചെയ്യണം. ഞാൻ ഒരു കാര്യം നാളെ എല്ലാരും പകൽ ചെയ്യും. എല്ലാം ഞാൻ ഞാൻ ഇതുവരെ അവിടെ ഒന്നും ക്ലാസ് ചെയ്തില്ല, എടുക്കില്ല. എല്ലാം കൂടെ ഒരുമിച്ച് നാളെ ചെയ്യും. എല്ലാം കൂടെ ഈ മൂന്നും കൂടെ ഒരുമിച്ച് ചെയ്യാലോ. മൂന്നും കൂടെ ചെയ്തിട്ട് ചെയ്യാം അയച്ചു ചെയ്യാം. തരും കേട്ടോ. ഓക്കെ. ഓക്കെ. രണ്ടും കൂടി അല്ലേ ഉള്ളൂ? രണ്ടാ? സിംഗിൾ ഉണ്ട്, അല്ല, ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്. സിംഗിൾ സിംഗിൾ അയച്ചു ഡബിൾ സിംഗിൾ ട്രിപ്പിൾ അയച്ചല്ലോ. സിംഗിൾ എല്ലാരും അയച്ചോ? ഞാൻ അയച്ചു. അയച്ചിട്ടില്ല. അയക്കാൻ ഇനിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. 2 3 പേര് എന്തോ ഞാൻ അയച്ചു. അയച്ചിട്ടില്ല. സിംഗിൾ ഞാൻ അയച്ചെങ്കിൽ അയച്ചിട്ടില്ല. ഡബിളും ഞാൻ അയക്കാം. എല്ലാം ഒന്നാട്ടാ. ചെയ്താൽ പോലെ. ഒരുമിച്ച് ചെയ്താൽ മതി. ഓരോന്നോരോന്നാണ് ചെയ്യാൻ നിൽക്കണ്ട, ഒരുമിച്ച് ചെയ്തയക്കും കേട്ടോ. സിംഗിൾ അയച്ചവർ ഇനി ഡബിളും ട്രിപ്പിളും കൂടി അയച്ചാൽ പോലെ. ഓക്കെ, അത് മതി. നാലും ഒന്നുകൂടെ ഒന്ന് നോക്കരുത്. എന്നാലും ചെയ്തോ, കുഴപ്പമില്ല, പഠിക്കുന്നില്ലേ, നല്ലതല്ലേ, പഠിക്കല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഇനി സ്ഥിരം കാണാനുള്ളതല്ലേ. ഇവിടെ ആരും വന്ന് കമ്പനി പറഞ്ഞോ. അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഇതുവരെയുള്ള ക്ലാസ് ഒക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് കാര്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. സംശയം വരുന്ന അപ്പോഴേ ചോദിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്ത് വിടുന്നുമുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ, അത് മതി. എന്തെങ്കിലും കംപ്ലൈന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് മസ്റ്റായിട്ടും ചോദിക്കും. എങ്ങനാ കേട്ടില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കണം, നിങ്ങളുടെ ആവശ്യമാണത്. ഡൗട്ട് മൈൻഡ് എന്റെ ആവശ്യം ഞാനല്ലാതെ പിന്നെ ആരും ചോദിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഗ്രൂപ്പിൽ മിണ്ടാത്ത കുറച്ച് പേരുണ്ട്. മിണ്ടാത്തവരെ കൊണ്ടൊന്ന് മിണ്ടിപ്പിക്കണമല്ലോ. ആരൊക്കെയോ മിണ്ടാത്തവരുണ്ട്. കുറെ പേരുടെ സൗണ്ട് ഞാൻ കേൾക്കാനുണ്ട്. മാർവലിലെ അല്ലേ? വാസ്കറിന്റെ കൂട്ട ഒളിച്ചിരിക്കുക എല്ലാരും. മാത്യു ആന്റണി കാണുന്നുണ്ട്, സൗണ്ട് പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. പേര് പറഞ്ഞ് മിണ്ടിപ്പിക്കാം. മാത്യുവിന്റെ സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. കുറച്ചു മുമ്പ് പൊസിഷൻ സൈസിങ്ങിന്റെ കാര്യം ചോദിച്ചത് ഞാനായിരുന്നു. ആണോ? ഓ, ശരി. ആഷ്ന, ജോത്സ്ന, ലിജാൻ, സിജി, സുജ. മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കുന്നവരെയാ ഞാൻ നോക്കിയത് കേട്ടോ. ഓക്കെ, എന്റെ അടുത്ത് ഒരാളുണ്ട്, അതുകൊണ്ട് എല്ലാരും ആക്റ്റീവായിട്ട് പോണേ. ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആയാൽ മതി. ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഒക്കെ ഇനിയും പതുക്കെ നോക്ക്. മണി കൺട്രോൾ ഒക്കെ നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു, അതിപ്പോഴേ അന്ന് പറഞ്ഞപ്പം ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലാതെ ആരെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? അറഞ്ചം പുറഞ്ചം നോട്ടിഫിക്കേഷൻ വന്ന് നിറയുക, അത് കാരണം ഇതുവരെ നോക്കിയിട്ടില്ല. അത് മണി കൺട്രോൾ ഇത് നോക്കണ്ടേന്ന് പോലും അറിയാത്തത് കൊണ്ട് ഇതുവരെ നോക്കാതിരിക്കുക. അത് നിങ്ങൾ വായിക്കാനാ പറഞ്ഞത്. നിങ്ങൾ നോക്കണം. നിങ്ങൾ നോക്കിയാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് ന്യൂസ് വരുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇഷ്ടം പോലെ മര്യാദ നോട്ടിഫിക്കേഷൻ വരുന്നത്. അന്യായ നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് നിറയുക. നമ്മളിങ്ങനെ ജസ്റ്റ് ക്ലിയർ ആൾ കൊടുത്ത് വിടുന്നല്ലാതെ ഞാൻ ഇതുവരെ മണി കൺട്രോളിൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഇതുവരെ കയറിയിട്ടില്ല. നോക്കണം കേട്ടോ, മണി കൺട്രോൾ നോക്കണം നിങ്ങൾ. ഓക്കെ, അതിൽ എന്താണ് നോക്കേണ്ടതെന്ന് അറിയാത്തതാണ് മെയിൻ ആയിട്ട് നോക്കാത്തത്. എന്താന്ന് അറിയാത്തോണ്ടാണ്. നോക്കിയാൽ മതിയോ? അത് നിങ്ങൾക്ക് ഡെയിലി വരുന്ന ന്യൂസുകൾ നിങ്ങൾക്ക് നോക്കാം. മണി കൺട്രോൾ ഒന്ന് എടുത്തേ. മണി കൺട്രോൾ എടുക്കുമ്പോ എന്താ കിട്ടുക? മണി കൺട്രോൾ എടുക്കുമ്പം ന്യൂസ് അല്ലേ ഡയറക്റ്റ് വരിക. എന്താണ് ടോപ്പ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഫെമിലിയർ ആവുക. മാർക്കറ്റ് ലൈവും പിന്നെന്താ ഇന്ത്യൻ മാർക്കറ്റ് വരുന്നുണ്ട്. സെൻസെക്സ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്. അതിന് ഓരോന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സെക്ടർ വൈസ് നോക്കാം. അതേപോലെ സ്റ്റോക്ക് ഡീൽസ് ഉണ്ടാവും, സ്റ്റോക്ക് അനാലിസിസ് ഉണ്ടാവും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ എന്തുവാ? നമ്മൾ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചതല്ലേ. ഞാൻ മണി കൺട്രോൾ ചുമ്മാ നേരത്തെ എന്ത് ചെയ്യാമായിരുന്നു, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിടാമായിരുന്നു. 2019 ഞാന് എത്രയായിരുന്നു? ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോ ടീച്ചറെ. അതെ, ചോദിച്ചോ. അതായത് നമ്മുടെ ഈ
സിറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് എടുക്കുമ്പോഴേ ആ ഈ നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കുമല്ലോ, ആ അതിലേക്ക് സ്പാമായിട്ട് ഒരുപാട് മെസ്സേജ് വരുമോ? ആ മെയിൽ ഐ ഡിയിലോട്ടോ? സിറോദയ മെയിൽ അപ്സ്റ്റോക്കിലൊന്നും സ്പാം മെസ്സേജ് ഒക്കെ വളരെ ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. അല്ല, അത് മെയിൻ മെയിൽ ഐ ഡി കൊടുക്കണോ വേണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാ, അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുക കേട്ടോ. അല്ല, എല്ലാം ഒരു കുറെ ഉണ്ട്, ലോഡുണ്ട്. അപ്പൊ ഞാൻ കാരണം ചോദിച്ചു എങ്ങനെ എന്താന്ന് വെച്ചാലോ, എന്താന്ന് പരസ്യം വെച്ചാലേ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഈ ഒ ടി പി, അതായത് നമുക്ക് ഒ ടി പി ടു ഓതന്റിക്കേഷൻ ആണ്, ഡ്യുവൽ ഓതന്റിക്കേഷൻ ആണ് ഈ പറഞ്ഞ അക്കൗണ്ട്സ് എല്ലാം. അപ്പൊ ഈ ഒ ടി അല്ല പി വരുന്ന അതൊന്നും ഒന്നെങ്കിൽ കുഴപ്പമില്ല, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും വരിക. അപ്പൊ അതിന് മെയിൽ ഐ ഡി അതൊന്നും പ്രശ്നമില്ല. നിർബന്ധമാണ്. നമുക്ക് ഈ ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ട് ഒരുപാട് ഇപ്പൊ എവിടെയെങ്കിലും സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെസ്സേജ് വരുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഞാൻ മെയിനായിട്ട് വളരെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ മെയിൽ ഐ ഡി കൊടുക്കാറുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ ജസ്റ്റ് ജിമെയിലിൽ നിന്നുള്ള സാധനങ്ങളെ കൊടുക്കാറുള്ളൂ. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ലേ, അതുകൊണ്ട്. കാരണം അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യേണ്ടതല്ലേ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ആയതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മെയിൽ ഐ ഡി തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. സെക്യൂർഡ് ആണ്, നിങ്ങൾ മൈൻഡ് അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞ സ്പാമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ പറഞ്ഞ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇല്ല, ഇനിയിപ്പോ നിങ്ങൾ ആഹാ, എനിക്കിപ്പോ ഇവിടെ ആയിട്ട് എന്തുമാത്രം കോള് വരുമെന്നറിയാവോ? അയ്യോ, ട്രേഡിംഗ് റിലേറ്റഡ് കോള് വരുന്നത് എന്തുമാത്രമാണെന്നറിയാമോ? ചിലപ്പോ എനിക്ക് ചില സമയം നമുക്ക് സമയമില്ല സംസാരിക്കാൻ. ചിലപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരോട് ഇരുന്ന് സംസാരിക്കാനേ. ഈ അധിക റിലേഷൻഷിപ്പ് മാനേജേഴ്സ് ആയിരിക്കും, ഇവർക്ക് ഈ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. അവര് ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഈ കോള് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഇത്ര രൂപ തന്നാൽ നമ്മൾ ഇൻട്രാഡേ ബേസും ഇങ്ങനെ വെച്ചതൊക്കെ. അപ്പം നമ്മൾ അറിയത്തില്ലാത്തവരെന്നുള്ള രീതിയിലാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ആദ്യം ഒന്നും അറിയാത്ത രീതിയിൽ, ചിലപ്പോ സമയമുള്ളപ്പോ രസമല്ലേ ഇങ്ങനെ സംസാരിക്കാൻ. അങ്ങനെ ഞാൻ കുത്തിയിരുന്നങ്ങ് സംസാരിക്കും. അവസാനം അവർക്ക് മനസ്സിലാവും. ഇല്ല, പറഞ്ഞു. അവസാനം അവർക്ക് മനസ്സിലാവും എന്തൊക്കെയോ അറിയാവുന്നവരാണെന്ന് മനസ്സിലായിട്ട് എന്ത് ചെയ്യും, അപ്പൊ സോറി മാഡം എന്ന് പറഞ്ഞിട്ടങ്ങ് കട്ട് ചെയ്യും. ഈ അപ്സ്റ്റോക്സിലും സിറോദയിലും നമുക്ക് ലിവറേജ് തരത്തില്ലേ അവര്? എല്ലാത്തിനകത്ത് 5x ലിവറേജേ കിട്ടുള്ളൂ കേട്ടോ. അല്ല, അത് തരുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് പ്രയോജനം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടും. കൂടുതൽ കമ്മീഷൻ അതിനകത്ത് എടുക്കുന്നുണ്ട്. നമ്മൾ നമുക്ക് കിട്ടുന്ന കൂടുതൽ എമൗണ്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും? SST കിട്ടും, കമ്മീഷൻ കിട്ടും. നമ്മൾ എടുക്കുന്ന വാല്യൂ അനുസരിച്ചായിരിക്കും അവര് ടാക്സ് 5x വരുമ്പോ നമുക്ക് 5000-ത്തിനുള്ളത്, അതായത് എത്ര എണ്ണം വരും? 50 എണ്ണം കിട്ടും. 10 എണ്ണത്തിന് വരെ 50 എണ്ണം കിട്ടും. അപ്പൊ അതിന്റെ കമ്മീഷനായിട്ട് അവരെടുക്കുക. അതെ, തീർച്ചയായിട്ടും. അവർക്ക് നമ്മൾ കൂടുതൽ ട്രേഡ് എടുത്താൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അവരുടെ കമ്മീഷൻ എന്ന് പറയുന്നത്, അത് കിട്ടും. ഓക്കെ, എങ്കിലും അവരതിന് പൈസ മുടക്കിയതല്ലേ? അവര് പൈസ ഇല്ല, വെർച്വൽ മണിയാണ് തരുന്നത്. വിർച്വൽ മണിയാണ് എങ്കിലും അതും പൈസ ഒന്നുമില്ലേ? അവര് നമുക്ക് പൈസ തരുന്നത്, നമുക്ക് ലോസിന് അവര് പൈസ തരുമോ? നമ്മുടെ കയ്യിലുള്ളതല്ലേ, നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണോ അതാണ് നമ്മുടെ മാക്സിമം ലോസ്. അതൊക്കെ അവര് ഫ്രീ ആയിട്ട് നമുക്ക് തരും. എത്ര നാൾ ഈ പേപ്പർ സ്റ്റോക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും? 1 മാസം എന്തായാലും കാണത്തില്ലേ മസ്റ്റ് ആയിട്ട്? എന്ത് പേപ്പർ സ്റ്റോക്ക്? അതായത് നമ്മള് ഇതായിട്ട് പൈസ അല്ലാതെ നമ്മളല്ലാതെ ഡമ്മി അക്കൗണ്ടിലോ? പ്രാക്ടിക്കലും ഡമ്മി അക്കൗണ്ടിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കത്തില്ല. ഇല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പേജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം. കാരണം ഈ റിയൽ അക്കൗണ്ട് അല്ലാത്ത അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഫിയർ ഫാക്ടർ ഉണ്ടാവില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് കണ്ടിരുന്നു. അത് ഫ്രണ്ട് പേജിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നമ്മൾ പഠിപ്പിക്കില്ല കേട്ടോ, നിങ്ങൾ തന്നെ പഠിച്ചു. നമ്മൾ അല്ലാതെ നമ്മുടെ ക്ലാസ് എല്ലാം കഴിയുമ്പം ആദ്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ലൈവില് കയറ്റിയിട്ട് ലൈവില് നിങ്ങളെ കൊണ്ട് വളരെ ചെറിയ എമൗണ്ടിന്, അതായത് ഒരു ഫെഡറൽ ബാങ്കിന്റെ ഒരു 200 രൂപ റേഞ്ചിലുള്ള സ്റ്റോക്ക് എന്തെങ്കിലും മേടിച്ചിട്ട് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ലിമിറ്റ് ഓർഡർ വെക്കുക, എങ്ങനെയാണ് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക, എങ്ങനെ SL വെക്കുക, എങ്ങനെയാ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുക, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യിപ്പിച്ചിടാനൊക്കെ നമ്മൾ വർക്ക് തരും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷന്റെ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ അവിടെ നിങ്ങൾക്ക് ഫിംഗർ ഫാസ്റ്റ് വേണം, പെട്ടെന്ന് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ട്രെയിനിങ് തരും. നമ്മളിപ്പോ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കിടക്കുന്ന ഇതില് നമ്മൾ ഈ സെല്ല് ചെയ്യാനോ അല്ലെ ബൈ ചെയ്യാനോ ഒരൊറ്റ സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റിനകത്ത് നമുക്ക് നടക്കുമോ? പിന്നെന്താ, എന്റെ ട്രേഡിന്റെ സമയമൊക്കെ 6 സെക്കൻഡ് 8 സെക്കൻഡ് ഒക്കെയാ. 8 സെക്കൻഡിൽ ഞാൻ എൻട്രി എടുത്ത് എക്സിറ്റ് ആവാറുണ്ട്.
മൂർഖനാണല്ലോ ചവിട്ടി. അങ്ങനെയും ചെയ്യാറുണ്ട്. അതൊക്കെ ഓപ്ഷൻസിൽ പറ്റും. കാരണം സ്റ്റോക്കിൽ ഒന്നും നടക്കില്ല. കാരണം സ്റ്റോക്കിൽ നമുക്ക് പെട്ടെന്നുള്ള മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓപ്ഷൻസിലൊക്കെ പറയുമ്പോൾ ഫാസ്റ്റ് മൂവ്മെന്റ്, കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നെയാണ് പ്രീമിയം മൂവ്മെന്റ് ഉണ്ടാവുക. നിങ്ങൾ പഠിക്കൂ കേട്ടോ, നിങ്ങൾക്ക് ലൈവിൽ കാണിച്ചു തരും. ഓക്കെ, ഓക്കെ ഓക്കെ വളരെ. അപ്പം എല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു, മിണ്ടുന്നില്ല. അപ്പം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ബൈ ബൈ, ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഓക്കെ ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. മൈക്ക് ഉണക്കുന്നേടാ, അമ്മേ പോയി, എല്ലാം പോയി. ആ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ ബൈ. You are